ശശി തരൂർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. സംസ്ഥാനത്ത് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സുധാകരൻ. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ പീസ് നിക്ഷേപ തട്ടിപ്പ് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി വിവരം പുറത്ത്. ഓഡിയോ സന്ദേശം ടിസിവിക്ക് ലഭിച്ചു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. വടക്കാഞ്ചേരിയിൽ വൈകിട്ട് മുതൽ ഗതാഗത നിയന്ത്രണം. എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനം ആരംഭിച്ചു. അന്നകര വടക്കേ കോൾപ്പടവിൽ വെള്ളമില്ലാതെ നെൽകർഷകർ ദുരിതത്തിലായി. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. ആമ്പല്ലൂരിൽ കെഎസ്ആർടിസി ബസുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ ഇന്ന് വൈകിട്ട് തിരശ്ശീല ഉയരും. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 3 മലയാള നാടകങ്ങൾ ഉൾപ്പെടെ 15 നാടകങ്ങൾ അരങ്ങിലെത്തും. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ശശി തരൂർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. സംസ്ഥാനത്ത് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സുധാകരൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെപിസിസി അധ്യക്ഷൻ. തരൂരിന്റെ വിമർശനങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ്. അതുപക്ഷേ പാർട്ടിക്കകത്താണ് രേഖപ്പെടുത്തേണ്ടത്. ശശി തരൂർ പാർട്ടിയുടെ സമുന്നത നേതാവാണ്. അദ്ദേഹത്തെ തിരുത്താനോ വിമർശിക്കാനോ താൻ ആളല്ല. പക്ഷേ അതിരുവിടരുതെന്നാണ് തന്റെ അഭിപ്രായം. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പുമായി ഡിസ്കസ് ചെയ്യുക. എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക് ഞാനതങ്ങ് വിടുകയാണ്. ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. കെപിസിസി നോക്കേണ്ടുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് തന്നെ അത് തിരുത്താനും സാധിക്കുന്ന ആളാണ്. ശശി തരൂരിനെ പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ബോധപൂർവമുള്ളൊരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അകത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് തിരുത്താം. അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ല. എ.കെ. ബാലന്റെ ചൂണ്ടയിലൊന്നും അദ്ദേഹം കുരുങ്ങില്ലെന്നും സുധാകരൻ പറഞ്ഞു. ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. സിപിഎമ്മിൻ്റെ വ്യാമോഹം മാത്രമാണ്. അതിലൊന്നും അദ്ദേഹം സിപിഎമ്മിനടുത്ത് പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി. ആ പ്രൊവോക്കേഷൻ ഒരു വലിയ എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തിക്കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിന് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനത്തോട് നന്നാകാൻ നോക്കാം എന്നായിരുന്നു കെപിസിസി അധ്യക്ഷന്റെ മറുപടി. എന്റെ ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് തോന്നി അതാണെങ്കിൽ പിന്നെ എനിക്കതിനകത്ത് പരാതി പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നന്നാകാൻ നോക്കാം. ടിസിവി ന്യൂസ്, തൃശൂർ. വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ PSC അംഗങ്ങൾക്കും KV തോമസിനും ലക്ഷങ്ങളുടെ ആനുകൂല്യങ്ങളും ശമ്പള വർധനവും നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വഴിക്കിട്ടടിക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. മക്കൾ ദൗർബല്യമായ മുഖ്യമന്ത്രിയെ ദുർബലനാക്കാൻ മക്കളെ പറഞ്ഞാൽ മതിയെന്നും സുധാകരൻ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 39ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂർ പുഴയ്ക്കലിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കി. പങ്കാളിത്ത പെൻഷൻകാരോട് പക പോക്കുന്നു. പിണറായി സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും ജീവനക്കാർക്ക് ബാധ്യതയായി മാറി. എല്ലാം കൈവിട്ട ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ എല്ലാവരും മുഴുവൻ വീര്യവും പുറത്തെടുത്ത് മുന്നിട്ടിറങ്ങണം. മുഖ്യമന്ത്രിക്ക് പണമൊരു ദൗർബല്യമാണ്. എവിടുന്നും അത് അടിച്ചുവാരി വീട്ടിലേക്ക് കൊണ്ടുപോകും. എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾ ദൗർബല്യമായ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മക്കളെ വെച്ച് പറഞ്ഞാൽ പിണറായി ദുർബലനാകും. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ജനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. ലജ്ജാകരമായ ഒരു ഭരണകൂടത്തിന്റെ കാലഘട്ടമാണിതെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. 19% കുടിശ്ശികയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതുവരെ ആയിട്ടും നൽകിയിട്ടില്ല. ജീവനക്കാരുടെ കാര്യം വരുമ്പോൾ പിണറായി വിജയന്റെ കൈവിറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തിരി നന്നാവാൻ നോക്ക്, ഇത്തിരി നിങ്ങൾ മനസ്സ് തുറക്കും, ഇത്തിരി നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാനും സമൂഹത്തെ ഉൾക്കൊള്ളാനും സാധിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. സമ്മേളനത്തിൽ KGOU സംസ്ഥാന പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു.
MLA റോജി എം ജോൺ, CP ജോൺ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, യൂണിയൻ ജനറൽ സെക്രട്ടറി VM ഷൈൻ, മുൻ MLA MP വിൻസെന്റ്, മുൻ മേയർ IP പോൾ, യൂണിയൻ ട്രഷറർ B ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ പീസ് നിക്ഷേപ തട്ടിപ്പിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി വിവരം പുറത്ത്. ഉടമകൾ ഇടപാടുകാരോട് കള്ളപ്പണം വരുന്നതായി വെളിപ്പെടുത്തിയെന്ന വിവരത്തിന്റെ ഓഡിയോ സന്ദേശം TCVക്ക് ലഭിച്ചു. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 150 കോടിയാണ് ബില്യൺ പീസ് സ്ഥാപനത്തിന്റെ മറവിൽ കുടുംബാംഗങ്ങളായ ബിബിൻ K ബാബുവും സഹോദരങ്ങളും ചേർന്ന് തട്ടിയെടുത്തത്. 10 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 മുതൽ 50,000 വരുമാനവും 36% ലാഭവും ലഭിക്കുമെന്ന് പറഞ്ഞാണ് ഇടപാടുകാരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. 2019 ബിബിൻ K ബാബുവും സഹോദരങ്ങളും ചേർന്ന് സ്ഥാപനം തുടങ്ങിയത്. ഗുഡ് മോർണിംഗ്. ഞാൻ വേറൊരു കസ്റ്റമർ സംസാരിച്ചിരിക്കുന്നു. അതെടുക്കാൻ പറ്റാൻ എന്തായി നമ്മുടെ ഇന്നലെ എത്തിയിട്ടില്ല. ഇന്നത്തേക്ക് എത്തുന്നു പറഞ്ഞിട്ട് അവര്. ഇന്നലെ ബൈറോടെ ഇപ്പൊ കുറച്ച് എന്തോ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞവര്. അപ്പൊ ഇന്ന് എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ചേട്ടൻ എപ്പോ കിട്ടുന്നുള്ളൂ കയ്യില്. ഇന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ഇന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ഇന്നത്തേക്ക് തന്നെ പറ്റില്ല. കാരണം അത് നമ്മള് അവിടെ കൊടുത്ത്, കാരണം ഇപ്പൊ ചേട്ടൻ അറിയാം തൃശ്ശൂർ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടേക്ക് എത്താ സംഭവം. അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തി കഴിഞ്ഞാൽ ബിബിനെ വിളിക്കവര്. അത് കഴിഞ്ഞിട്ട് ബിബിന് എന്താ പറയുന്നത് ഞാൻ ചേട്ടനോട് ഞാൻ പറയാം. കാരണം അത് എപ്പോഴാണ് നമുക്ക് ചേട്ടൻ അറിയാലോ അതിന്റെ റിസ്കും കാര്യങ്ങളും. നമുക്കത് പെട്ടെന്ന് അവിടെ നിന്ന് നനക്കാനോ കാരണം പറ്റില്ല. കാരണം ഇപ്പോ ചെക്കിങ് നല്ലോണം നടക്കുന്നുണ്ട് അവിടെ തൃശ്ശൂർ. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരു കമ്പനി അവിടെ എന്തോ പ്രവാസി വ്യവസായികളുടെ ഒരു കമ്പനി പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ചെക്കിങ് നല്ലോണം നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് ബിബിനെ വിളിച്ചു പറയും അവര്. നമ്മളെ വിളിക്കില്ല, ബിബിനെ വിളിക്കുക. വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് ബിബിൻ എന്താന്ന് പറയുന്നത് ചേട്ടൻ ഞാൻ പറയാം. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7:30 എങ്കക്കാട് ദേശമാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നത്. തോമസ് അങ്കമാലിയാണ് ലൈസൻസി. പൂരദിനമായ 25 വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ കുമരനല്ലൂർ ദേശമാണ് വെടിക്കെട്ട് നടത്തുന്നത്. ദേശമംഗലം സുരേന്ദ്രനും K വിജയകുമാർ ശിവകാശിയുമാണ് വെടിക്കെട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. 26 പുലർച്ചെ 5 മണിക്ക് വടക്കാഞ്ചേരി ദേശത്തിന്റെ വെടിക്കെട്ട് നടക്കും. സാമ്പിളിന് മുന്നോടിയായി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ആൽത്തറയിൽ ഇന്ന് വൈകിട്ട് 5 മേളവിസ്മയം അരങ്ങേറും. കലാമണ്ഡലം ശിവദാസന്മാരും സംഘവുമാണ് വാദ്യവിസ്മയം ഒരുക്കുന്നത്. കോർഡിനേഷൻ കമ്മിറ്റിയാണ് ആൽത്തറമേളം സംഘടിപ്പിക്കുന്നത്. ഉത്രാളിക്കാവ് പൂരം പങ്കാളിയായ എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനം തുടരുന്നു. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ആനച്ചമയ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ആനച്ചമയ പ്രദർശനം വടക്കാഞ്ചേരി SHO റിജിൻ തോമസ്, കേണൽ ഉണ്ണികൃഷ്ണൻ ചെമ്പത്ത് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി സുമേഷ് കുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു. തിരുവമ്പാടി ദേവസ്വമാണ് ചമയ പ്രദർശന സജ്ജീകരണം നിർവഹിച്ചിരിക്കുന്നത്. അന്നകര വടക്കേ കോൾപ്പടവിൽ വെള്ളമില്ലാതെ നെൽ കർഷകർ ദുരിതത്തിലായി. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. അന്നകര കോക്കൂർ റോഡിന് സമീപം കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാർക്കാണ് വെള്ളം ലഭിക്കാത്തത്. വടക്കൻ വർഗീസ്, വാഴപ്പള്ളി ലോറൻസ്, എലുവത്തെങ്കൽ ഗബ്രിയേൽ, എലുവത്തെങ്കൽ ലൂസി, നാലുപുരയ്ക്കൽ പ്രജീഷ്, NS പ്രബീൻ എന്നീ കർഷകരുടെ 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ നെൽകൃഷിയാണ് വെള്ളമില്ലാതെ പ്രതിസന്ധിയിലായത്. ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ 100 ദിവസത്തോളം പ്രായമായ നെൽച്ചെടികൾക്ക് ഇതുവരെയും കതിർ വന്നിട്ടില്ല. വെള്ളം ഇല്ലാത്തതിനാൽ വാങ്ങിവെച്ച രാസവളം ഉപയോഗിക്കാനും കഴിയുന്നില്ല. നെൽകൃഷി നശിക്കുന്ന വിവരം ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. 1 മാസമായിട്ടും 1.5 മാസമായിട്ടും പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്താണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവര് മോട്ടോറുകളും സംവിധാനങ്ങളും ഓരോ ദിവസവും പുതിയത് തരാം അല്ലെങ്കിൽ ഉണ്ടാക്കി തരാമെന്നുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഒരു സംവിധാനം കടമെടുത്തിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വലിച്ചു വാരി ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പൈസ മുഴുവനും നഷ്ടമായി പോവുക. ഞങ്ങളൊരു 5-8 മാസം ഇതിന്റെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് 1 ഉറുപ്പ്യ പോലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. 1 ഏക്കറിൽ കൃഷി ചെയ്യുന്നതിന് 35,000 മുതൽ 40,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. 250 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കൃഷിക്കായി പടവിലേക്ക് വെള്ളമിറക്കുന്നതിന് ചെറിയ മോട്ടോറുകളാണ് നിലവിലുള്ളത്. ചെറിയ മോട്ടോറുകൾക്ക് പകരം വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ. വെള്ളം ഒഴുകിയെത്തുന്ന ചെറിയ ചാലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നത് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, പാവറട്ടി.
ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. 4 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും 3 പേരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റ് 3 പേർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് സമീപമായിരുന്നു അപകടം. വൈറ്റിലയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സിന് പുറകിൽ കട്ടപ്പനയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. മുന്നിൽ പോയിരുന്ന കാർ ബ്രേക്ക് ഇട്ടതാണ് അപകട കാരണം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലെ കമ്പികളിലും സീറ്റുകളിലും ഇടിച്ചാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 5-ന് നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ഉദ്ഘാടന നാടകമായി ആക്ടർ മുരളി തിയേറ്ററിൽ ഗിരീഷ് കർണാടിന്റെ ഹയവദന നാടകം അരങ്ങേറും. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 15 നാടകങ്ങൾ 3 വേദികളിലായി അരങ്ങേറും. ഈജിപ്ത്, റഷ്യ, ഹംഗറി, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നാടകങ്ങളും ഇത്തവണ പ്രദർശനത്തിനുണ്ട്. 80 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. നാടകോത്സവം മാർച്ച് 2-ന് സമാപിക്കും. വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്കിടയിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തബാധിതർക്ക് 5 സെന്റ് ഭൂമി എന്നതിൽ സർക്കാർ മുറുകെ പിടിക്കുന്നില്ല. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുമോ എന്ന സാഹചര്യം പരിശോധിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ നൽകുമെങ്കിൽ അത് നടത്തിക്കൊടുക്കും. ലഭ്യമായ മുഴുവൻ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 9 മാസക്കാലത്തിനിടയിൽ ഒരു തവണ പോലും വയനാട് ദുരന്തത്തെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ഒരു ഘടകത്തിലും പരാമർശിക്കാത്ത വളരെ ഗൗരവമായ കേരളത്തിനോടുള്ള ശത്രുതാപരമായ നിലപാടാണല്ലോ കേന്ദ്രം എടുത്തു പോകുന്നത്. അതിനെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരണ്ടേ? സ്വാഭാവികമല്ലേ അങ്ങനെ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നത്? എന്തേ കേരളത്തിനോട് ഇത്ര വിരോധം? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? എന്താണ് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന വിഹിതം കേരളത്തിൽ കിട്ടാതെ പോകുന്ന ഈ ദുരന്തം ഏതെങ്കിലും വിധത്തിൽ കുറവുണ്ടായതാണോ? അപ്പോൾ അതൊരു ശരിയായ കാര്യമല്ല. സമരങ്ങൾ ഉണ്ടാകട്ടെ. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശമാണ് സമരങ്ങൾ ചെയ്യുക എന്നുള്ളത്. സർക്കാർ കൃത്യമായ ധാരണയോടുകൂടി ഏറ്റവും നല്ല വഴികളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. 5 സെൻറ്റ് എൽസ്റ്റോണിൽ 5 സെൻറ്റ് എന്ന് നിശ്ചയിക്കാനുണ്ടായ കാര്യം സ്വാഭാവികമായിട്ടും ഡിസംബർ 27-നാണ് അകത്ത് കിടന്ന് പരിശോധന നടത്താൻ അനുവാദം കിട്ടിയത്. 5 സെൻറ്റ് എന്ന് പറഞ്ഞത് സാങ്കേതികമായിട്ട് ആളുകളുടെ എണ്ണം കൂടി കണക്കിലാക്കി വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഘട്ടം വെച്ചാണ്. ഇപ്പോൾ 5 സെൻറ്റ് എന്ന വാദത്തിലൊന്നും മുറുകെ പിടിക്കുന്നില്ല ഗവൺമെൻറ്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുന്ന സാഹചര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ്. ചൊവ്വന്നൂർ പഴുന്നാന അയനൂർ കുന്നിൽ നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. നിയമങ്ങൾ പാലിക്കാതെ ജനവാസ കേന്ദ്രത്തിൽ നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുന്ന സംരക്ഷണ സമിതി പ്രതിഷേധ റാലി നടത്തിയത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. അയനൂർ കുന്ന് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ണ് മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് പഞ്ചായത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കുന്നുകൾ ഇടിച്ചു തകർക്കുന്നത് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ നാശം വിതയ്ക്കുമെന്ന് ചടങ്ങിൽ വിഷയാവതരണം നടത്തിയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം പ്രേമരാജൻ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ അയനൂർ കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ ഷഹീദ് അധ്യക്ഷത വഹിച്ചു. സമിതി അംഗങ്ങളായ പത്മിനി, വിൽസൺ പുലിക്കോട്ടിൽ, PC ഷാജി എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിലെ ഓരോ കുന്നുകളും ജലസ്തംഭങ്ങളാണ്. ഓരോ വിൽപ്പനയ്ക്കായുള്ള മത്സ്യം അനധികൃതമായി നശിപ്പിക്കുന്നത് തടയുമെന്നും മാർച്ച് മാസത്തിൽ തന്നെ രാഷ്ട്രീയത്തിനതീതമായി മത്സ്യവ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉന്നതതല ചർച്ചയ്ക്ക് വേദി ഒരുക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൃശൂർ കാൽഡിയൻ സെന്റർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമണൽ ഖനനം ചെയ്യുന്നത് മത്സ്യസമ്പത്തിനെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ദോഷകരമായി വരികയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള മുൻകരുതലുകളോ പഠനങ്ങളോ നടത്താതെ നമ്മുടെ സമ്പത്തായിട്ടുള്ള മത്സ്യങ്ങളുടെ ഉറവിടങ്ങൾക്ക് കൂടി ഇട നൽകുന്ന തീരങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാനും കേരളത്തിൻ്റെ തീരങ്ങളെ കോർപ്പറേറ്റ് മൂലധന മുതലാളിമാർക്ക് തീർക്കാനും വേണ്ടി നടത്തുന്ന ഈ അനധികൃതമായിട്ടുള്ള തെറ്റായ ഒരു ഖനനം ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത്
തീരദേശ മത്സ്യ കുടുംബങ്ങൾ ആകെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ നയം മാറ്റിയേ മതിയാകും. കേരളത്തിലെ തീരങ്ങളിൽ ചാവക്കാട് ഉൾപ്പെടെ കേരളത്തിന്റെ തീരങ്ങളിൽ അനധികൃതമായി മണ്ണ് ഒരു കണക്കുമില്ലാതെ എടുത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളില്ലാതെ ലാഭം എന്ന ഒറ്റ കാര്യത്തിന്റെ പേരിൽ മാത്രം കേരളത്തിന്റെ തീരങ്ങളെ അപകടകരമായ വിധത്തിൽ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ തീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടതുണ്ട് രാഷ്ട്രീയത്തിനതീതമായി എന്ന കാര്യം കൂടി വളരെ ശ്രദ്ധയോടെ നാം ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. കേരളത്തിന്റെ തീരങ്ങളിൽ അനധികൃതമായി മണലെടുക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രീയമായി മത്സ്യപരിശോധനയ്ക്കായി കൂടുതൽ ലാബുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. AKFMCA സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയനാട് പ്രളയബാധിതർക്കായി ആദ്യ ഗഡുവായി 10 ലക്ഷം രൂപ ജനറൽ സെക്രട്ടറി VV അനിൽ മന്ത്രി K രാജന് കൈമാറി. കോർപ്പറേഷൻ മേയർ MK വർഗീസ്, TJ സനീഷ് കുമാർ MLA, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് BM മുഹമ്മദ് ഗസാലി, സംഘാടക സമിതി ചെയർമാൻ PA ഹസൻ, AKFMCA സംസ്ഥാന ട്രഷറർ AR സുധീർ ഖാൻ, ജോയിന്റ് സെക്രട്ടറി PH റഹീം എന്നിവർ പങ്കെടുത്തു. തിരുവില്ലുവമല വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിൽ ഏകാദശി നാളെ ആഘോഷിക്കുന്നു. ഇന്ന് വിജയദശമി വിളക്ക്. ഇന്ന് ക്ഷേത്രത്തിനകത്ത് നങ്ങ്യാർകൂത്ത്, ദശമി, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. പെരുവനം സതീശൻ മാരാർ മേളത്തിനും ചോറ്റാനിക്കര സുഭാഷ് നാരായണൻ മാരാർ പഞ്ചവാദ്യത്തിനും പ്രാമാണികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 2:30 ഓട്ടൻതുള്ളൽ, 3:30 പാഠകം, വൈകിട്ട് 5:30 വയലിൻ ഫ്യൂഷൻ, രാത്രി തായമ്പക, ഇരട്ടത്തായമ്പക എന്നിവ നടക്കും. നാളെ രാവിലെ 10 ത്യാഗരാജ പഞ്ചരത്ന കീർത്തന ആലാപനം, ഉച്ചയ്ക്ക് ഭജന, നൃത്ത പരിപാടികൾ, ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിളക്കാചാരം എന്നിവയുണ്ടാകും. ചൊവ്വാഴ്ച ദ്വാദശി ഊട്ടോടെ ഉത്സവം സമാപിക്കും. എയ്യാലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കിഴക്കൂട്ട് സോമൻ ഗീത ദമ്പതികളുടെ മകൾ 15 വയസ്സുള്ള സോയയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ വീടിനുള്ളിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ സോയയെ കുന്നംകുളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം പാറേമ്പാടത്ത് ബാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ താമസിക്കുന്ന പ്രദീപിനാണ് കുത്തേറ്റത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിയിൽ കലാശിച്ചത്. പ്രദീപിന്റെ സുഹൃത്ത് സനുവാണ് ആക്രമിച്ചത്. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മിനി ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാൻ ET ടൈസൺ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മോഡൽ സ്റ്റഡി നടത്തുന്നതിന് പൂനെ CWPRSനെ ചുമതലപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, സിബിൻ അമ്പാടി, PK സുകന്യ തുടങ്ങിയവർ പങ്കെടുത്തു. അനശ്വരമായ കൽപ്പനകളും അനുഭവങ്ങളും രചനാ വൈഭവത്തിന്റെ അടിത്തറയാകുന്ന ആധുനിക മലയാള സാഹിത്യം അഭിമാനകരമാണെന്ന് സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ഗ്രന്ഥാവലോകനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K രഘുനാഥൻ രചിച്ച അജ്ഞാതനാമയും ജോളി ചെറിയത്ത് രചിച്ച നിന്നുകത്തുന്ന കടലുകളും പരിപാടിയിൽ ചർച്ച ചെയ്തു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ K രഘുനാഥൻ, ജോളി ചെറിയത്ത്, പ്രഭാഷകരായ KK യതീന്ദ്രൻ, P വിനോദ്, ജിഷ്ണു R കാര്യാവിൽ, ഫോറം സെക്രട്ടറി PRK ചേനം, അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ധാരാളം അറിവിനേക്കാൾ ഉത്തമമാണ് കുറഞ്ഞ സമയത്തെ അധ്യാപനമെന്ന്. അധ്യാപകനാവുക എന്നത് എല്ലാവരെയും തേടിയെത്തുന്ന സൗഭാഗ്യമല്ലെന്നും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
വിശുദ്ധ റമളാനിനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്ല് മദ്രസകളിൽ സേവനം ചെയ്യുന്നവർക്കുള്ള റിലീഫ് വിതരണവും മജ്ലിസുന്നൂർ ആത്മീയ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രയിൽ നടന്ന സംഗമത്തിൽ റിലീഫ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. 86ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. കനകമല പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, അംഗങ്ങളായ സജനി സന്തോഷ്, ഷീബ, ചാലക്കുടി തഹസിൽദാർ KA ജേക്കബ്, TG അജോ, കനകമല തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി ഫാദർ റെയ്സൺ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം അവസാനിപ്പിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വന നിയമം പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സമിതിയും സംയുക്തമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ജോയ് ചെമ്പകശ്ശേരി, ജോസ് കോച്ചക്കാടൻ, വർഗീസ് കോമ്പാറക്കാരൻ, പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, ഡേവിസ് തെക്കിനിയത്ത് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വിയൂർ ഏരിയ സമ്മേളനം നടന്നു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PT ജോർജ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഏരിയ സെക്രട്ടറി ഷൈബി ഡെയ്സൺ, ജില്ലാ കമ്മിറ്റി അംഗം TA ജയ, സിൽജി ബാബു, VM ധന്യ, ഓമന മോഹനൻ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ പൊറ്റ സയ്യിദ് അറബി തങ്ങൾ ജാറത്തിലെ ചന്ദനക്കുടം ആണ്ടുനേർച്ച ആഘോഷിച്ചു. കുമ്പളക്കോട് ദേശം ആദ്യ കൊടിയേറ്റം നടത്തി. തുടർന്ന് വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മഖാമിലെത്തി കൊടിയേറ്റം നടത്തി മടങ്ങി. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പിലാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്ത്. വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ 2 ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളുമാണ് പ്രതിഷേധത്തിന് കാരണം. സെന്ററിന് കിഴക്കുഭാഗത്തുള്ളവർക്ക് സർവീസ് റോഡിലെത്താനും ബസ്സിൽ കയറാനും യാതൊരു സൌകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. ബസ് ഇറങ്ങുന്ന ഭാഗത്തെ 6 അടിയോളം ആഴമുള്ള കാന സ്ലാബ് ഇട്ട് സുരക്ഷിതമാക്കിയിട്ടില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് അംഗം CJ പോൾസൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, KS സജീവൻ, PA നസീമുദ്ദീൻ, TK ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ET ടൈസൺ MLA സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. 18 കാവുകളിലൊന്നായ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കുതിരവേലകൾ കൊണ്ടും നാടൻ കലാരൂപങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. 1956 നടത്തിയ വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം കേരള ചരിത്രത്തിൽ ഇടം നേടിയതാണ്. സവർണ മേധാവിത്വത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളുടെ പട്ടികയിൽ നിന്നൊന്നാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് നടത്തുന്ന അരിത്താലത്തിന് പങ്കെടുക്കുന്ന സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നായിരുന്നു ആചാരം. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ വനിതകളെ അണിനിരത്തി പോരാട്ടം നടത്തിയാണ് ദുരാചാരം അവസാനിപ്പിച്ചത്. മാറുമറയ്ക്കൽ സമരവിജയത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ പരാമർശമുണ്ട്. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനമാണ് മണിമലർക്കാവ് ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിക്കാൻ കാരണമായത്. ക്ലാസിക്കൽ കലാരൂപങ്ങൾ, നിറപ്പകിട്ടാർന്ന ഉത്സവങ്ങൾ തുടങ്ങിയ വിവിധതരം പരിപാടികൾ സമ്പന്നമായ കേരളത്തിലെ ടൂറിസം വെബ്സൈറ്റിൽ കലാസാംസ്കാരിക പ്രവർത്തകരുടെ ഗ്രാമമായ വേലൂരും സ്ഥാനം പിടിച്ചത് നാട്ടുകാർ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി.
പാതിവില തട്ടിപ്പ് കേസിൽ CPM പ്രമുഖരും ഉൾപ്പെട്ടതായുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് AICC മെമ്പർ അനിൽ അക്കര അഭിപ്രായപ്പെട്ടു. പാതിവില തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാതിവില തട്ടിപ്പിന്റെ ഉൽപ്പന്നമാണ് സുരേഷ് ഗോപിയെന്നും അനിൽ അക്കര കൂട്ടിച്ചേർത്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, KB ജയറാം, VG അശോകൻ, CM നൌഷാദ്, സിജു പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കലാലയങ്ങളിലെ ആൾക്കൂട്ട വിചാരണകൾക്കെതിരെ ABVP കൊടുങ്ങല്ലൂർ നഗർ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വടക്കേ നടയിൽ നടന്ന പ്രതിഷേധ സദസ്സ് ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അക്ഷയ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗം അതുൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം വിഘ്നേഷ്, ജില്ലാ സമിതി അംഗം അനയ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. AL സെബാസ്റ്റ്യൻ മാസ്റ്ററുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സിമന്റ് വർക്കേഴ്സ് യൂണിയൻ KTUC ജില്ലാ കമ്മിറ്റി നടത്തിയ അനുസ്മരണ സമ്മേളനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AC ജോർജ് അധ്യക്ഷത വഹിച്ചു. NJ ലിയോ, CK ജോസ്, CA സണ്ണി, OA സെബാസ്റ്റ്യൻ, PJ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് നടത്തുന്ന 48 മണിക്കൂർ ദേശീയതല ഹാക്കത്തോൺ കർത്തവ്യയ്ക്ക് തുടക്കം. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 30-ലധികം ടീമുകൾ മത്സരിക്കുന്ന പരിപാടിയിൽ 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നൽകും. പരിപാടിയോടനുബന്ധിച്ച് ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM മുഹമ്മദ് അഷ്റഫ്, പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. സ്കൂൾ പത്രത്തിന്റെ പ്രകാശനം പഞ്ചായത്ത് അംഗം സുധീഷ് പറമ്പിൽ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വിവിധ പുരസ്കാരങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, MC ഐജു, NP അജയൻ എന്നിവർ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത്, SMC ചെയർമാൻ AU മനാഫ്, MPTA പ്രസിഡന്റ് VK ജയലക്ഷ്മി, പ്രധാന അധ്യാപിക KA സുജിനി തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടപ്പുഴ ഉദയ വായനശാലയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു. ഉദയ വായനശാല കെട്ടിടത്തിൽ നടന്ന ആദരം ACP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ആച്ചി ബാബു അധ്യക്ഷത വഹിച്ചു. CI TP ഫർഷാദ്, സെബി വർഗീസ്, ലൈബ്രറി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ശാലിനി, വാർഡ് മെമ്പർ പ്രസന്ന ചന്ദ്രൻ, ലൈബ്രറി ജില്ലാ കമ്മിറ്റി അംഗം MS പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓഫ് റോഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജയൻ ആൻഡ് നിയാസ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചാവക്കാട് നടന്ന ടൂർണമെന്റ് ഫുട്ബോൾ താരം ശരത് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മേഖലയിലെ 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് ഫൈനലിൽ റോഡ്സ് മണത്തലയെ 1 ഗോളിന് പിന്നിലാക്കി ഗല്ലി ഡോൺസ് അഞ്ചങ്ങാടി ജേതാക്കളായി. വിജയികൾക്ക് ഡോക്ടർ മുജീബ് മുഹമ്മദ് അലി സമ്മാനദാനം നിർവഹിച്ചു. കൊടകര തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷാപ്പേടി എങ്ങനെ ഒഴിവാക്കാമെന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് സംഘടിപ്പിച്ചു. അഴകം ശ്രീ ദുർഗ ഭജന മണ്ഡപത്തിൽ റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ PM ഹംസ ക്ലാസ് എടുത്തു. കൊടകര പഞ്ചായത്ത് അംഗം KV നന്ദകുമാർ, ഉണ്ണികൃഷ്ണൻ എടാട്ട്, നിഖിൽ തൊമ്മാത്ത്, സന്ധ്യ അനൂപ് എന്നിവർ സംസാരിച്ചു. പ്രവാസി വ്യവസായി ചെയർമാനായ കറുകപ്പുത്തൂർ വൈറ്റ് ഹൌസ് സ്കൂളിൽ കയറി അക്രമം നടത്തുകയും കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും നശിപ്പിക്കുകയും ചെയ്തതിന് മധുപ്പുള്ളി ഹൈദർ ബാവ എന്നയാൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പട്ടാമ്പി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി ചാലിശ്ശേരി പോലീസ് കേസെടുത്തത്. പട്ടാമ്പി കേന്ദ്രീകരിച്ചുള്ള ഭൂമാഫിയ നിയന്ത്രണം കൈയാളുന്ന ഹൈദർ ബാവ സ്കൂൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമം നടത്തിയതെന്നാണ് പരാതി. സ്കൂളും വസ്തുക്കളും കൈയടക്കുക എന്ന ലക്ഷ്യത്തോടെ ഏതാനും നാളുകളായി സ്കൂളിനെതിരെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി വാട്സാപ്പുകൾ ഉൾപ്പെടെ സാമൂഹ്യമാധ്യമങ്ങളിൽ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായും പരാതിയുണ്ട്.
ഇത് പ്രചരിപ്പിക്കുന്നവരുടെയും ഫോണുകൾ സൈബർ സെൽ വിഭാഗം ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. മായന്നൂർ JUP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, പഞ്ചായത്ത് അംഗം K. സുദേവൻ, കൊണ്ടാഴി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. നിഷമോൾ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിന്റെ 67ാമത് വാർഷികം ആഘോഷിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. അന്തിക്കാട് ഗവൺമെന്റ് GLP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് G. നന്ദനൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജീത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ അവസരത്തിൽ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും വേദികൾ സദസ്സിലുള്ള പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ് ശ്രീദേവി കരുണാകരൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തുറയൻ അധ്യക്ഷനായി. പേരാമംഗലം ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില നിർവഹിച്ചു. അമലനഗർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗ്ലാൻഡോ ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. പേരാമംഗലം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജിജോ ഫ്രാൻസിസ്, GMT കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ, റീജിയൻ ചെയർപേഴ്സൺ ലിജോ ജോർജ് കുട്ടി, സോൺ ചെയർപേഴ്സൺ TL ഷാജു, ഏരിയ ചെയർപേഴ്സൺ ജോയ് C. ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. മേലടൂർ സർക്കാർ LP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, KA ഇക്ബാൽ, TK സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് എന്നിവർ സംസാരിച്ചു. മാള വിജ്ഞാനദായിനി സഭ ചക്കാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ഉത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. ക്ഷേത്രം തന്ത്രി MN നന്ദകുമാർ കൊടിയേറ്റം നിർവഹിക്കും. വോയ്സ് ഫോർ ഏഷ്യൻ എലിഫന്റ് സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംഗീത അയ്യർ റോബോട്ടിക് ആനയെ സമർപ്പിക്കും. മാർച്ച് 4-ന് ഭരണി ഉത്സവത്തിൽ കണികാളിക്കൽ, ആറാട്ട്, താലി സ്വീകരണം, ഗുരുതിതർപ്പണം എന്നിവ ഉണ്ടാകുമെന്ന് സഭാ പ്രസിഡന്റ് CD ശ്രീനാഥ്, ജനറൽ സെക്രട്ടറി CV ഷാനവാസ്, ബിനിൽ പ്രതാപൻ എന്നിവർ അറിയിച്ചു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിതേഷ് K. വിജയൻ അധ്യക്ഷനായി. വലപ്പാട് ഉപജില്ലയിലെ മികച്ച അധ്യാപകനും ഹരിതജ്യോതി പുരസ്കാര ജേതാവുമായ KL മനോഹിത്, കരാത്തെ സ്പോർട്സ് കൌൺസിൽ അംഗീകൃത മത്സരങ്ങളിലേക്ക് റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ട PTA പ്രസിഡന്റ് ജിതേഷ് K. വിജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ രന്യ ബിനീഷ്, ആശ ഗോകുൽദാസ്, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കടലാശ്ശേരി KM LP സ്കൂളിന്റെ 71ാം വാർഷികാഘോഷം വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഹരി K. അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, വാർഡ് മെമ്പർ TK ശങ്കരനാരായണൻ, സ്കൂൾ വികസന സമിതി അംഗം P. രാമൻകുട്ടി, ചലച്ചിത്ര നടൻ MG വിജയ്, അധ്യാപകരായ ഡെൽറ്റി, നിമിഷ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക വസന്തയെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണം സ്കൂൾ മാനേജർ നിർവഹിച്ചു. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി AM LP സ്കൂളിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച കാവുകൾ നമ്മുടെ വിശുദ്ധ വനങ്ങൾ എന്ന പേരിൽ ഡോക്യുമെന്ററി പ്രകാശനത്തിനൊരുങ്ങുന്നു. പ്രധാന അധ്യാപകൻ ഡൊമിനിക് സാവിയോ, ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, ജനകീയ ചലച്ചിത്രവേദി ഡയറക്ടർ റാഫി നീലങ്കാവിൽ എന്നിവർ ഡോക്യുമെന്ററിക്ക് നേതൃത്വം നൽകി. സ്കൂളിന്റെ നവതിയുടെ ഭാഗമായി ഡോക്യുമെന്ററിയുടെ പൊതു പ്രദർശനം നടത്തും.
അങ്ങനത്തെ വലിയ വലിയ കാവുകള് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. വാണിജ്യം. സ്റ്റേറ്റ്മെന്റ് മേക്കിംഗ് റണ്ണിംഗ് മെറ്റീരിയലിന്റെ മഹാ കളക്ഷനുമായി ക്വീൻ ഡിസൈനോ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിലാണ് ക്വീൻ ഡിസൈനോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. കുന്നംകുളം MLA AC മൊയ്തീൻ, മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. സിനിമാ താരങ്ങളായ മിയ ജോർജ്, സുനിൽ സുഗത എന്നിവർ മുഖ്യാതിഥികളായി. രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യമുണ്ടായ ചടങ്ങിൽ സ്ഥാപന ഉടമകളായ നിയാസ് PM, T ജാസിർ, ഷബീബ് ബാബു, ഷബീർ അഹമ്മദ്, PA മജീദ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. മനം കവരുന്ന നിറങ്ങൾ, രാജകീയ ഡിസൈനുകൾ, ശ്രേഷ്ഠമായ തുണിത്തരങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ച സവിശേഷ മെറ്റീരിയലുകൾ ഇവിടത്തെ പ്രത്യേകതയാണ്. ലഹങ്ക, ചുരിദാർ, സാരി, ബ്ലൗസ്, കുർത്ത, മറ്റ് വസ്ത്രങ്ങൾ എന്നിവ തയ്യാറാക്കാനായി തുണിത്തരങ്ങൾ ഇവിടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. സവിശേഷമായ തുണിത്തരങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9946442434. ശരീര സൗന്ദര്യത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കി VMB ഫിറ്റ്നസ് ബോട്ടിക് തൃശൂർ കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂർക്കഞ്ചേരി കിണർ സ്റ്റോപ്പിന് സമീപം ഗുരുദേവ് ലൈനിൽ പ്രവർത്തിക്കുന്ന VMB ഫിറ്റ്നസ് അക്കാദമിയിലാണ് VMB ഫിറ്റ്നസ് ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗായോ ഫിറ്റ്നസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ദിലീപ് M ഹെബിൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തഹസിൽദാർ T ജയശ്രീ അധ്യക്ഷത വഹിച്ചു. 3 നിലകളിലായുള്ള കെട്ടിടത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരവും ഫിറ്റ്നസ് മോഡലുമായ ഷിയാസ് കരീം, ബിഗ് ബോസ് താരം ജിൻഡോ ബോഡി ക്രാഫ്റ്റ്, ചലച്ചിത്ര താരം ലിയോണ ലിഷോയ്, T ജയശ്രീ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ, മിസ്റ്റർ കേരളയും മിസ്റ്റർ ഇന്ത്യയുമായ സുമേഷ് റാവു, മിസ് കേരള ആരതി കൃഷ്ണ, ഫിറ്റ്നസ് മോഡൽ CS ആര്യ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. VMB ഫിറ്റ്നസ് അക്കാദമി CEO VM ബഷീർ, VMB ഫിറ്റ്നസ് ബോട്ടിക് മാനേജിംഗ് പാർട്ണർ നദീറ ബഷീർ, ബിസിനസ് പാർട്ണർ മിനി ആനന്ദ് തുടങ്ങി ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. VMB ഫിറ്റ്നസ് ബോട്ടിക്കിന് പുറമെ VMB ക്ലിനിക്കൽ ഫിറ്റ്നസ്, ടോക്കോംസ്, ദി ഗ്ലോബൽ ഓൺലൈൻ ജനറേഷൻ ഫിറ്റ്നസ്, ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഫിനിഷിംഗ് സ്കൂൾ എന്നിവ കുറുക്കഞ്ചേരി VMB ഫിറ്റ്നസ് അക്കാദമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്തും സ്വദേശത്തും ഫിറ്റ്നസ് പ്രൊഫഷണലുകളായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ദേശീയ അന്തർദേശീയ പരിശീലന കോഴ്സുകൾ ഇവിടെ നൽകി വരുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 845 രൂപ, പവന് 64,360 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ശശി തരൂർ കോൺഗ്രസ് വിട്ട് CPM-ൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. സംസ്ഥാനത്ത് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സുധാകരൻ. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ പീസ് നിക്ഷേപ തട്ടിപ്പ് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി വിവരം പുറത്ത്. ഓഡിയോ സന്ദേശം TCBക്ക് ലഭിച്ചു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്. വടക്കാഞ്ചേരിയിൽ വൈകിട്ട് മുതൽ ഗതാഗത നിയന്ത്രണം. എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനം ആരംഭിച്ചു. അന്നകര വടക്കേ കോൾപ്പടവിൽ വെള്ളമില്ലാതെ നെൽകർഷകർ ദുരിതത്തിലായി. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. ആമ്പല്ലൂരിൽ KSRTC ബസുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ ഇന്ന് വൈകിട്ട് തിരശ്ശീല ഉയരും. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 3 മലയാള നാടകങ്ങൾ ഉൾപ്പെടെ 15 നാടകങ്ങൾ അരങ്ങിലെത്തും. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.